വെച്ചാൽ ഈ സ്വർണ്ണ കവർച്ചയിൽ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ മുഖ്യ പങ്കെന്നാണ് ഇപ്പോൾ SIT പറയുന്നത്. പകരം പണം നൽകിയത് കവർച്ചയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയെന്നും എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിലാണ് പണം കൈമാറിയതെന്നും SIT കണ്ടെത്തി കഴിഞ്ഞു. എങ്ങനെ കാണുന്നു പുതിയ സാഹചര്യത്തെ താങ്കൾ? പഴയകാലത്ത് എനിക്ക് തോന്നുന്നു 80കളിലൊക്കെ തോന്നി മകാരവാരികകൾ വ്യാപകമായിട്ടുണ്ടായിരുന്ന കാലഘട്ടത്തില് ഓരോ ചെറിയ സംഭവം ഇങ്ങനെ ഫീച്ചറുകളായി എഴുതാൻ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇതിപ്പോ ഏറെക്കുറെ ഫീച്ചറുകളെ വെല്ലുന്ന വിധത്തില് ദിവസേന എന്നോണം അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ ഏതെങ്കിലും ഒരു പീസ് വാർത്ത വരികയും അതിന്റെ പിന്നിലേക്ക് കഥകൾ പോവുകയും ഇങ്ങനെ ഇതിപ്പോ ജനങ്ങളെ സുഖിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറുന്നുണ്ട്. ഇത് വാങ്ങിയതാര്, വിറ്റതാര്, കൊടുത്തതാര്, പൈസ എത്ര, ഇതിനേക്കാളൊക്കെ ഗൗരവം ഇതിനുണ്ട് എന്നുള്ളത് അന്വേഷിക്കുന്നവർക്കുണ്ടോ എന്ന സംശയം ന്യായമായിട്ടുണ്ട്. ഇങ്ങനെ ചില ഓരോ ചെറിയ ചെറിയ വാർത്തകൾ ഉണ്ടാക്കിയാൽ മതിയോ? അതോ ഇത് കുറച്ചുകൂടെ, കാരണം ഇത് വിശ്വാസത്തിന്റെ തകർച്ച ഉണ്ടാക്കുന്ന വിധത്തില് ഭക്തരെ മുഴുവൻ വേദനിപ്പിച്ച ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്തൊരു കൊള്ളയാണ് നടന്നിരിക്കുന്നത്. വെറുതെ ഒരു വീട്ടിൽ കള്ളം കയറിയതല്ല ഇത്. അപ്പൊ ആ സമാനതകളില്ലാത്ത കൊള്ളയ്ക്ക് ഇത്രയും ഗൗരവം മതിയോ എന്ന ന്യായമായ ചോദ്യമുണ്ട്. ഈ ഗോവർദ്ധനെ കണ്ടെത്തിയതും ആ ജ്വല്ലറി കണ്ടെത്തിയതും ഒക്കെ എന്നാണ്? അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇങ്ങനെ പൈസ കൊടുത്തതിനെ പറ്റി ഇത്രയും നാൾ ഇതിനെപ്പറ്റി കൂലങ്കഷമായി അന്വേഷിക്കുകയായിരുന്നു. വളരെ അതായത് ടീച്ചർ, ഈ കടകംപള്ളിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടും ഇതുവരെയും ചോദ്യങ്ങൾ മാത്രമാണുള്ളത്. ഉത്തരം ഇതുവരെയും കണ്ടെത്താൻ SITക്ക് സാധിച്ചില്ല. എൻവാസും പത്മകുമാറും ഒക്കെയും ഇപ്പോൾ തടവിലാണെങ്കിലും കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടലിലേക്ക് സർക്കാരോ നേതൃത്വമോ പോയിട്ടുമില്ല. അപ്പോൾ ചില മുഖ്യ പങ്കാളിത്തമുള്ളവരെ സംരക്ഷിക്കുന്നു, ചില പേരുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് അല്ലെങ്കിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെയും ഒരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും അന്വേഷണം നടക്കുന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണിത്. അതാ ഞങ്ങൾ എന്തോ കണ്ടെത്തി, ഞങ്ങളെന്തോ ഒരു ഹിമാലയത്തിന്റെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയെന്ന് ആദ്യം കീഴടക്കിയ ആളുടെ ഭാവത്തില് ഞങ്ങൾ എന്തൊക്കെയോ നടക്കുന്നു, അന്വേഷണം ഗംഭീരമാണ് എന്ന് മറ്റുള്ളവരെ സമാധാനിപ്പിക്കുന്നതിനപ്പുറത്ത് ചക്കിൽ കെട്ടിയ കാളെ പോലെ അതിന് കുറ്റിക്ക് ചുറ്റും കറങ്ങാണിത്. അതിനപ്പുറത്തേക്ക് എവിടെയാണ് നീങ്ങണത്? സുപ്രീം കോടതി വരെ ദൈവത്തെ വരെ നിങ്ങൾ പറ്റിച്ചില്ലേ, ദൈവത്തെ വരെ വഞ്ചിച്ചില്ലേ എന്ന് സുപ്രീം കോടതി വരെ നിരീക്ഷണം നടത്തിയ ഒരു വിധത്തിൽ ശങ്കർദാസിന്റെ അപേക്ഷ തള്ളിക്കളഞ്ഞിട്ടും എന്ത് ശങ്കർദാസിലേക്ക് അറസ്റ്റ് എത്താത്തത്, എന്റെ അതുപോലെയുള്ള ആളുകളിലേക്ക് കാര്യങ്ങൾ നീങ്ങാത്തത്? കടകംപള്ളിയെ ചോദ്യം ചെയ്തത് എത്ര രഹസ്യമായിരുന്നു, മാധ്യമങ്ങൾ അറിയാതെ 3-4 ദിവസം കഴിഞ്ഞാണ് സംഭവം അറിയണത്. അപ്പോ എന്തൊക്കെയോ അതിനകത്ത് ചീഞ്ഞു നാറുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് ഭയത്തോടെ ഇരിക്കുന്ന ഭക്തരെ സമാധാനിപ്പിക്കാൻ ഇതുപോലുള്ള ഓരോ ഫീച്ചറുകൾ കഥ കൊണ്ട് കാര്യമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്.